എൻ്റെ കഥയുടെ പേര് സിദ്ധാർത്ഥിനും കന്യനും. വെള്ളിമേഘം തുള്ളിക്കളിക്കുന്ന നീല ആകാശം. ആകാശത്തിലൂടെ നിരനിരയായി പറന്നു നീ പൊന്നരങ്ങൾ. എന്തൊരു ഭംഗിയാണ് ആരെയെ കാണാൻ. കൊട്ടാര വളപ്പില പൂന്തോട്ടയിലിരുന്ന് സിദ്ധാർത്ഥ രാജകുമാർ ഈ കാഴ്ചകൾ ഉറക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ആരും താഴേക്ക് വീണു. അത് ചിറുകടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. സിദ്ധാർത്ഥൻ ഓടിച്ചെന്ന് ആ പക്ഷിയെ വാരിയെടുത്തു. എന്നിട്ട് കാലില് ഒരു അമ്മ തറച്ചിരുന്നു. കഷ്ടം, എന്താണ് ക്രൂരതയാണ് ഈ ആരാണ് അമ്മയെ തീറ്റിയത്? കഷ്ടം. സിദ്ധാർത്ഥൻ ആ കൂരമ്പ് വലിച്ചെടുത്തു. മുറിവിലാണ് പച്ച മരുന്ന് പരട്ടാൻ തുടങ്ങി. അമ്പമ്പല്ലോട്ട് ഓടിച്ചെന്ന് സിദ്ധാർത്ഥ അത് അവിടെ വന്നിരിക്കുന്നു. രണ്ടുപേരും ഞാൻ പക്ഷെ അമ്മയെ വീട്ടിയത് ഇതിന് എനിക്ക് വേണം. ഇല്ല, കൊല്ലാൻ നീ ഞാൻ ഇതിന് വിട്ട് കൊല്ലാൻ ശ്രമിച്ച കുമാർ ഞാൻ ഇതിന് വിട്ട് തരൂല. രണ്ടുപേരും അങ്ങനെ തർക്കമായി. സിദ്ധാർത്ഥ മറ്റൊരു രാജാവായിരുന്നു. രാജാവാ ദേവത. മറ്റൊരു രാജാവായിരുന്നു. അമ്മ ഈ